ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേളാങ്കണ്ണിയിലെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ദിവസം കേട്ടോ നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള നമ്മളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, ഇന്ന് രാവിലെ എണീറ്റ് എല്ലാവരും ഫ്രഷായി ജസ്റ്റ് വേഗം തന്നെ എല്ലാവരും ബീച്ചിലേക്ക് പോവാണ്. അതായത് നമുക്ക് ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നിങ്ങളോട് പറ്റിയ രാവിലെ ബീച്ചിൻ്റെ ഫുൾ അറ്റ്മോസ്ഫിയർ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7 മണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായിട്ട് എല്ലാവരും ഇറങ്ങി. ഒരു 7:30 ഞങ്ങൾ എല്ലാവരും ബീച്ചിലെത്തി. എന്നിട്ട് ബീച്ചിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു. ഫ്രണ്ട് സൈഡിൽ 2 ചേച്ചിമാരും ഉണക്കമീനൊക്കെ വിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കാഷ്വലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിള്ളേരൊക്കെ അർമാദിക്കട്ടെ എന്ന് ഓർത്തു. എന്നുപറഞ്ഞാൽ നമ്മൾ റിസ്ക് എടുക്കുന്ന നോക്കി ശ്രദ്ധിച്ചു വേണം. ഞങ്ങൾ കൈയൊന്നും വിട്ടില്ല കേട്ടോ. ആ അരികത്തൊക്കെ തന്നെ നിന്നുകൊണ്ടാണ് പിള്ളേരേക്ക് വെള്ളത്തിൽ കളിപ്പിച്ചത്. അതായത് സേഫായിട്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവിടെ ലൈഫ് ഗാർഡൊന്നും ഇല്ലാത്തതാണ്. രാവിലെ തന്നെ ബീച്ചിലോട്ട് വന്നു. രാവിലെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റും നല്ല രസമാണ് കളിക്കാൻ ഈ ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് ബീച്ചിലേക്ക്. അല്ലേ, റഷ്യല്ലേ ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ടൈം നോക്കി വരുന്നതായിരിക്കും. രാവിലെ ഇപ്പം എത്ര മണിയായിട്ട് 7-8 മണി ഈ ടൈമിൽ വരണം കേട്ടോ. ഇതിൻ്റെ കേട്ടോ ബീച്ച് വ്യൂ കുറേ ഒരു 2-3 സ്ഥലങ്ങളുണ്ട് ബീച്ച് വ്യൂ. പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റില്ല. കാരണം നമ്മൾ സുനാമിയൊക്കെ വന്ന ശേഷം കടലിങ്ങനെ കയറി വരാം. അപ്പം അതൊക്കെ തുരുമ്പ് പിടിച്ച് നമുക്ക് സ്റ്റെപ്പിലോട്ട് കയറാൻ പറ്റില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് മേലെ കയറിയിട്ട് ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇനി കളിച്ച് നമ്മുടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണേ. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഫ്രണ്ട്സ്, ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവർ 3 പേരും ജെറസ്നേരനും ജീസും മിട്ടും 3 പേരും വെള്ളത്തിൽ കിടന്ന് കുളിച്ച് അവരവിടെ കിടന്ന് ഉരുളണായിരുന്നു. ബീച്ചിൽ കിടന്ന് അത്രയും അവർ അർമാദിച്ചിട്ടുണ്ട്. അവർ കുറേ നാൾക്ക് ശേഷമാണെങ്കിലും മിട്ടുവാണെങ്കിലും ബീച്ചിലൊക്കെ ഇറങ്ങണത്. അതും അവന് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടും അവന് മര്യാദക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു കിട്ടി. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കയറുന്നത് ബീച്ചിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടി ഇതിൻ്റെ മേലേക്ക് കയറാണ് കേട്ടോ. അവിടെ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തുരുമ്പൊക്കെ പിടിച്ചിരിക്കണം. താഴേന്ന് മേലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ ആദ്യം പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും വിട്ടും വേഗം ഇറങ്ങി. അതുകൊണ്ട് സീഫഞ്ഞാനാണ് ബാക്കി കയറി ഷൂട്ട് ചെയ്തത്. സീഫഞ്ഞാന് ക്യാമറ ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ആളങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കി കാണാം. നമ്മുടെ വേളാങ്കണ്ണി ബീച്ചിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളും എല്ലാം, അതായത് വേളാങ്കണ്ണിയുടെ ഒരുവിധം ഫുള്ളായിട്ടുള്ള കാണാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്നെക്കൊണ്ട് മാക്സിമം വേളാങ്കണ്ണി എത്രത്തോളം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമോ അത്രത്തോളം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ലേലം വിളിക്കില്ല, മീൻ ലേലം വിളിക്കുന്ന സൈഡാണ് ആ ഭാഗമൊക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോട്ടലുകളും അങ്ങനെയല്ല പള്ളിയുടെ ആ ഭാഗമൊക്കെ വരുന്നതാണ് ഇപ്പുറത്തെ സൈഡ് വശങ്ങൾ വരുന്നത്. നീ കണ്ടില്ലേ, നമ്മൾ കടകളൊക്കെ കണ്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. ഫ്രണ്ട്സ്, ഇനി വേളാങ്കണ്ണിയിൽ വരുമ്പോൾ ഈ ബീച്ച് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. കാരണം അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. നല്ല ക്ലീൻ ആണ് കേട്ടോ. ബീച്ചാണെങ്കിലും അവിടുത്തെ പരിസരമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് രാവിലെ വരാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അതായത് നമുക്ക് അധികം തിരക്കില്ലാതെ തന്നെ എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും. ഇത് എവിടെയായിട്ടാണ് വരണമെന്ന് ഞാൻ കറക്റ്റ് പറയാറ്. ചിലവർക്ക് അറിയില്ല. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സൈഡ് ഉണ്ട്. അതായത് നമ്മുടെ കടകളൊക്കെ വരുന്ന ഒരു ബീച്ചില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. നടന്ന് തന്നെ വരാൻ പറ്റും. ഒരു 5 മിനിറ്റുള്ള നമ്മുടെ പള്ളിയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നതും കാണിച്ചു തരുന്നതും. കാരണം ഇങ്ങനൊരു ബീച്ചിൻ്റെ ഇത് അറിയില്ലാത്തവരും കുറേ പേരുണ്ട് നമുക്കിടയിൽ തന്നെ.
ഞാൻ നേരത്തെ പറഞ്ഞ മീൻ ലേലം വിളിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നേരത്തെയൊക്കെ ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ 2-3 ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് നമുക്ക് പാത്രങ്ങളൊക്കെ അവിടെ വാടകയ്ക്ക് കിട്ടും. അതെല്ലാം എടുത്ത് കുക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഹോട്ടലുകളൊക്കെ നമ്മളുടെ വേളാങ്കണ്ണിയിലുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ലേലത്തിന് വാങ്ങിച്ചിട്ട് പോയി മീൻ നമ്മൾ കറിയൊക്കെ വെക്കും. അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, മീൻ മാർക്കറ്റ് വേറെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങാം. ഇത് കടലിൽ നിന്ന് നേരിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ലേലത്തിന് നല്ല ഫ്രഷ് ആയിട്ടൊന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നമുക്ക് ഇതുപോലെ കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ടു. പിന്നെ അവിടെയുള്ള ആൾക്കാർ സാധാരണ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കേട്ടോ അവിടെ വരുന്നത് ഫുള്ളും. അതുപോലെ ഇവിടെ മീൻ വില പൊതുവെ കുറവാണ്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് അവർ തരും. 1 കിലോ മീൻ കട്ട് ചെയ്ത് തരുന്നതിന് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. അത് ആ ചേച്ചിമാർ അതൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിരും. ഇപ്പം മീൻ കട്ട് ചെയ്ത് തരുന്നത് കൂടാതെ ചെമ്മീനാണെങ്കിലും അവർ നമുക്ക് കിള്ളിയൊക്കെ തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇപ്പോൾ കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ സുനാമിക്ക് ശേഷം. നേരത്തെ ഇവിടെ എല്ലാം ഒരുപാട് കടകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഇതൊരു സ്റ്റുഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ആ സ്റ്റുഡിയോ ഒക്കെ വെള്ളം കയറി നശിഞ്ഞു പോയി, തുരുമ്പൊക്കെ പിടിച്ച് കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ സുനാമിയുടെ ഒരു ഓർമ്മകളായിട്ട് ഇപ്പോൾ അവിടെ അവശിഷ്ടങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ എല്ലാം ഇവിടെയെല്ലാം കുറേ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിച്ച സ്ഥലമാണ്. കടലൊക്കെ അവരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴ്ചയില്ലാത്തതിന് കാരണം അവിടെയൊക്കെ നേരത്തെ കടകളും നമുക്ക് നിൽക്കാനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതാണ് കടൽ കയറി നശിച്ചത്. ആ കാണുന്ന ഇതെല്ലാം ബീച്ച് വ്യൂ ഒക്കെ കാണുന്നതൊക്കെ ചരിഞ്ഞ് നിൽക്കുക, സ്റ്റെപ്പൊക്കെ തുരുമ്പിടിച്ച് പോയി, എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുള്ളൊരവസ്ഥയിലാണ് അതെല്ലാം നിൽക്കുന്നത്. കാരണം അത്രയും സ്ഥലമാണ് അവിടെ പോയത്. ഇത് നമ്മുടെ ബീച്ച് കടകളിൽ നിന്ന് വരുമ്പോൾ കാണുന്നുള്ള ആ വ്യൂ ആണ് ഇതെല്ലാം. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി വന്ന് ഒന്ന് ഫ്രഷ് ആയി എല്ലാവരും. ഇനി ഞങ്ങൾ രാവിലത്തെ ടിഫിൻ കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പോകാനുള്ള സ്ഥലത്ത് പള്ളിയിലൊക്കെ ഒന്നും കൂടെ പോവാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും കേട്ടോ. ഇന്നാണ് നമുക്ക് റിട്ടേൺ ഉള്ള ട്രെയിൻ. എന്നിട്ട് നാളെ എത്തും. അപ്പൊ അതുവരെയുള്ള ബാക്കി കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. വണ്ടി ഓണർ അജപ്പാറ. എന്താണ് ഹോട്ടലിന്റെ പേര്? ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. നിങ്ങൾ അറിയിക്കട്ടെ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾക്ക് കയറി കഴിക്കാമല്ലോ ഫുഡ് എങ്ങനെയാണെന്ന്. ചിരിച്ച് ഇത് നിങ്ങൾ മാച്ചിങ് അവിടെ രണ്ടും ഇവിടെ രണ്ടും പച്ച ഇനി കുറച്ച് മഴ തുടങ്ങി അല്ലേ? ഞങ്ങൾ പോകുന്ന ദിവസമായപ്പോൾ മഴ തുടങ്ങിയായിരുന്നു. ദിവസം ഞങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ മഴയൊന്നുമില്ല. ചെറിയ ചാറ്റമഴ മാത്രം എടുത്ത് പെയ്യുള്ളൂ. ബാക്കി ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് മഴയൊന്നും ഉണ്ടായില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റി. ഇത്തിരി നല്ല മഴക്കാറ് കാണുന്നുണ്ട്, ചെറിയ മഴയുണ്ട്. ഇന്നത്തെ യാത്രകൾ എങ്ങനെയാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എനിക്ക് നോർമൽ ടേസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. നമ്മളവിടെ നമ്മൾ കഴിക്കുന്ന തമിഴ്നാട് ദോശയൊക്കെ ആണെങ്കിലും ഇതിനേക്കാൾ ക്രിസ്പിയാവും. എനിക്കിത് ഇത്ര ക്രിസ്പിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് നോർമൽ ടേസ്റ്റ് ആയിട്ട് തോന്നണം. അത്ര ഇഷ്ടം അറിയാൻ പറ്റില്ല. കുഴപ്പമില്ല. ഇഷ്ടപ്പെടാതിരുന്ന് കഴിക്കാം.
ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നിട്ട് 2-3 ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അതിൽ എനിക്ക് നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഫീൽ ചെയ്ത ഒന്ന് ഹോട്ടൽ മരിയയാണ്. അവിടെ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത റേറ്റുമാണ്. ഫുഡും വലിയ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് വാങ്ങി കഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളെടുത്ത റൂം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെടുത്ത ഡബിൾ റൂം. AC ഡബിൾ റൂം ആണ് നമ്മൾ എടുത്തത്. ഇവിടെ 2 ചെയർ എക്സ്ട്രാ ഉണ്ട്, ഒരു ടീപ്പോയ് ഉണ്ട്, പിന്നെ നമുക്കൊരു മിറർ ഉണ്ട്, TV സൗകര്യമുണ്ട്, പിന്നെ നമുക്കൊരു ഷെൽഫ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഡ്രസ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഹാങ്കറും ഉണ്ട്. ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു നോർമൽ റൂമാണ്. ഇതിന്റെ റെന്റ് എന്ന് പറയുന്നത് 1500 ആണ് ഒരു ദിവസത്തെ റൂം റെന്റ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് തരും. 300 രൂപ ഒരു ബെഡ് അവർ എക്സ്ട്രാ ചോദിക്കുന്നത്. പിന്നെ ട്രിപ്പിൾ റൂം ഒക്കെ ഉണ്ട്. പുതിയതിന്റെ ഇവരുടെ തന്നെ പുതിയ ബിൽഡിംഗും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോൺ AC ആണെങ്കിൽ 700 റുപ്പീസ് ആണ്. അപ്പൊ ഇതൊരു ആവറേജ് റൂമാണ്, ഒരു ബഡ്ജറ്റ് റൂമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, ക്ലീൻ ഒക്കെയാണ് സംഭവം. അപ്പൊ ഇതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പൊ ഇനി നാഗപട്ടണത്തേക്ക് പോകണം. അവിടെ നിന്ന് ട്രെയിനിലാണ് നമ്മള് നമ്മുടെ നാട്ടിലേക്ക്, കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അത് നിങ്ങളെ കൊണ്ടൊന്ന് അറിയിച്ചു. അപ്പൊ റൂമൊന്നും പരിചയപ്പെട്ടില്ല. അപ്പൊ അതൊന്ന് കാണിക്കുന്ന ഒരു റൂം, അറ്റാച്ച്ഡ് റൂമുണ്ട്, ബാത്റൂമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു 3 മണിയായി. ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട ടൈമായി. ശരിക്കും 1 മണി വരെ ആയിരുന്നു ഞങ്ങളുടെ ടൈം. അതായത് 24 hours ഇവിടുത്തെ ടൈമിംഗ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഓയോ അതുപോലെ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ചില ഹോട്ടലിൽ 12 hours ആയിരിക്കും, ചില ഹോട്ടലിൽ 24 hours ആയിരിക്കും. അപ്പോൾ ഇവിടെ 24 hours ആണ്. പക്ഷേ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ എക്സ്ട്രാ തന്നു ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് 5 മണിക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ 1 മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്ത് അത്രയും നേരം നമ്മൾ എവിടെ പോയിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവർ നമുക്ക് 2 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് തന്നു. അത് വലിയൊരു ഉപകാരമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ തീർത്തു. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള ബഡ്ജറ്റ് ആവറേജ് ഹോട്ടലൊക്കെ ആകുമ്പോൾ നമുക്ക് അവരോടൊന്ന് ജസ്റ്റ് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കുറച്ച് നമുക്ക് കിട്ടും. ഇവർക്കാണെങ്കിൽ ഇപ്പം ഞാനെടുത്ത ഹോട്ടലിൽ തന്നെ ആണെങ്കിൽ അവിടെ കോട്ടേജും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഓട്ടോ വന്നു, അതായത് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ സെയിം ഓട്ടോ ചേട്ടൻ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ആ ഓട്ടോയിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴയൊന്നുമില്ല. അവിടെ ചെന്നു, കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ എത്തി.
ദേ അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. കറക്റ്റ് ടൈമിന് തന്നെ വന്നിട്ടോ. നമ്മൾ വന്നപ്പോഴും അതേ പോയപ്പോഴും അതേ കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു. സെയിം കമ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഈ വന്നപ്പോൾ പോലെയല്ല, ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ ട്രെയിൻ ഫുള്ളായിരുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് മൊത്തം ആളായിരുന്നു. പക്ഷേ എല്ലാവരും മലയാളികളായിരുന്നു. ഇത്രയും മലയാളികൾ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽ ഉണ്ടായിരുന്നു നമ്മൾ ആ കുർബാനയുടെ സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോൾ ഈവനിങ് സമയത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു. സീറ്റൊക്കെ കൺഫേം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കേട്ടോ. രണ്ടും കൂടെ എന്ത് ഫ്രഷ് കപ്പ വറുത്തത് ഗൈസ്. അത് പഴയതാണോ? അത് ആദ്യ ദിവസം മേടിച്ചല്ലേ. ഫ്രഷ് ആയിട്ട് വേളാങ്കണ്ണി മേടിച്ച പൊട്ടറ്റോ രണ്ടുപേര് ഭയങ്കര എന്ത് കളിയാ? ചെയിൻ റിയാക്ഷനാ? ഇതൊക്കെ കളിയാണ്. അറിയോ? നല്ല ക്വാളിറ്റി അതുപോലത്തെ നമ്മുടെ സമയം കളയാതെ ഇഷ്ടമുള്ള ആൾക്കാരെ ചെയ്യാം. നമ്മൾ രണ്ടുപേർ മാത്രം ഷൂട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ആളെ ആൾക്കാർ അതിനുശേഷം വരട്ടെ കേട്ടാ. അല്ലെങ്കിൽ ഇവർക്ക് ആളെ പിടിച്ചുകൊണ്ടോ എനിക്കിപ്പോൾ സമയമില്ല. പൈസ ചെലവില്ല. നമ്മൾ ഫ്രണ്ട്സ്, ഞാൻ ഇനി നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് കണ്ടത്. ഒരു ബർത്തിൽ നോക്കി 3-4 മുട്ടകളും ഉണ്ട്, 2 പിള്ളേർ, മൊത്തം 5 പിള്ളേർ, 3-4-5 പിള്ളേരുണ്ട് കേട്ടോ. എല്ലാവരും ഫോണിൽ ഇരുത്തിയേക്കണാണ്. ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കാരണം ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരൊന്നും ഒതുക്കണമെങ്കിൽ ഫോൺ കൊടുത്താലേ പാരൻസിന് പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നത്. ട്രെയിനിൽ അടക്കി ഇരുത്തിയേക്കണാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ യാത്ര അവസാനിക്കാറുണ്ടോ. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ ഇത് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. സൺഡേ ആണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഫുൾ റഷാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പേസില്ല, എല്ലാ കമ്പാർട്ട്മെൻറ്റും ഫില്ലാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഉറങ്ങാൻ സമയമായി. എല്ലാവരും ഉറങ്ങാണ്, ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുകൊണ്ട് ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നാളെ ഞങ്ങൾ വീട്ടിൽ രാവിലെ 7 മണിക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തും, സൗത്തിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ. വേണ്ട.